സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കൊന്നത്. അപ്പോഴേ വഴക്ക് വെളിയിൽ അറിഞ്ഞപ്പോൾ അവൻ ആരും അറിയണ്ടെന്നായിരിക്കും കല്യാണം കഴിച്ചത്. അവൻ തല്ലപ്പൊളിയെന്ന് പറയണം. ഒരു സഹായിയായി വന്നുകൂടി ഇവരുടെ ആസ്തി മറ്റു കാര്യങ്ങൾ കണ്ടതിന് ശേഷം എങ്ങനെയെങ്കിലും സുഖിച്ച് ജീവിക്കണം, അതുമാത്രമായിരുന്നു ഇലക്ട്രീഷ്യനായ അരുണിന്റെ ചിന്ത. അതിനു പറ്റിയ ഒരു ഇരയും കണ്ടെത്തി. 52-കാരിയായ ശാഖാകുമാരി. പ്രായം ഇത്രയൊക്കെ ആയിട്ടും കല്യാണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു ശാഖ. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, പക്ഷേ അനുഭവിക്കാൻ ആളില്ല. സ്വത്ത് മാത്രം തേടി ഒരാളെത്തി. അരുൺകുമാർ എന്ന 26-കാരൻ. അവൻ പല ആശുപത്രികളിലെയും ഇലക്ട്രീഷ്യനായിരുന്നു. അമ്മയും കൊണ്ട് ചികിത്സിക്കാനെത്തിയ ശാഖയെ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി. ശാഖ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് തെള്ളി. കോടീശ്വരി. ഇനി ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശാഖ മാത്രമാണെന്ന് അവൻ. 52-കാരിക്ക് 26-കാരനോ? 28 വയസ്സ് പ്രായവ്യത്യാസം. ആളുകൾ കളിയാക്കില്ലേ? അമ്മയും മോനുമാണെന്ന് പറയില്ലേ? പക്ഷേ അവൻ ഉറച്ചു നിന്നു. ആ പാവ സ്ത്രീ അവൻ്റെ വലയിൽ വീണു. കല്യാണം നടന്നു. പക്ഷേ 2-ാം മാസം ശാഖയെ ഒഴിവാക്കി, നല്ല ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട്. പക്ഷെ അവനെ നിയമം വിട്ടില്ല. ജീവപര്യന്ത ശിക്ഷയാണ് അവന് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അന്ന് ഇവിടെ പ്രതി അരുൺ ഓടി വന്ന് പറഞ്ഞായിരുന്നു ശാഖ ഷോക്കേറ്റ് കിടക്കണമെന്ന് വന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. എന്ന് നോക്കുമ്പോൾ എന്താണ് കണ്ടത്? കണ്ടപ്പോഴേ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. ശാഖ കമന്ന് കിടന്ന് പിന്നെ നമ്മൾ പോയതിന് ശേഷം ആളുകളൊക്കെ വന്നുകൂടി. ആളുകൾ വന്നുകൂടിയപ്പോൾ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ചൂടുണ്ടെന്ന്. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ. ആളുകളെല്ലാം വന്നുകൂടി. അരുണൻ്റെ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോയി. അത് അങ്ങനെ സ്വത്തുകൾ തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തത്. സ്വത്തുകൾ തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തത്. പിന്നെ അങ്ങനെ അവൻ കല്യാണം കഴിച്ച് പിന്നെ ഭയങ്കര അപ്പോഴപ്പോഴ പിണക്കങ്ങളും വഴക്കുകളും ഇങ്ങനെയൊക്കെയുള്ള സ്വത്തിൻ്റെ ഇതിൽ പണത്തിൻ്റെ ഇതിലൊക്കെ ആയിരിക്കും വഴക്ക്. അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ നീണ്ടു നിന്ന് പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി അവൻ കൊലപ്പെടുത്തിയത്. ഈ അരുണ് 28 വയസ്സുണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പോൾ വയസ്സിൻ്റെ കണക്കൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ശാഖകുമാരിക്ക് 52 വയസ്സ് അന്ന് എന്ന് പറയണ്. കണ്ടാ വയസ്സൊന്നും തോന്നിക്കൂല. 52 വയസ്സെന്ന് പറയണ്. ഇത് പിന്നെ പ്രണയ വിവാഹമായിരുന്നു, അതറിയാമോ? പ്രണയം തന്നെ, സ്നേഹിച്ചത് തന്നെ. അവൻ പിന്നെ സ്നേഹിച്ച് അവൻ പിന്നെ അവളെ അമ്മ സുഖമില്ലാതെ കിടന്നാണ്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ വേറൊരു വീട്ടിലല്ലേ കൊണ്ടുപോകും, അമ്മയെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാണ് ഇവൻ അവളും കൂടെ പറഞ്ഞ് പള്ളിയിൽ കെട്ടൊക്കെ സമ്മതിച്ചത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിള്ളേർ അവരുടെ ആളുകളൊക്കെ ഈ പിന്നെ ഉമ്മയെല്ലാം ഒക്കെ ഇട്ട് അപ്പോഴേ വഴക്ക് വെളിയിൽ അറിഞ്ഞപ്പോൾ അവൻ ആരും അറിയണ്ടെന്നായിരിക്കും കല്യാണം കഴിച്ചത്. അവൻ അങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. കല്യാണമൊക്കെ പള്ളിയിൽ വെച്ചൊക്കെ കെട്ടി നല്ല രീതിയിലൊക്കെ കല്യാണം എടുത്ത്. അവനാണെങ്കിൽ വന്നത് കണ്ട ഒരു ഇത് തന്നെ ഒരു ഇതിൽ തന്നെ വന്ന. അവനും ഒരാൾ കൂടെ ഉണ്ട്. 2 പേരുമാണ് ഒരു കാറിൽ വന്നതും. കല്യാണം നടത്തി. ഇവിടെ അവരെ ബന്ധുക്കളൊന്നും വന്നില്ലേ? ആരെയും അവരൊക്കെ ആർക്കും ഇഷ്ടമില്ല. അവളോട് പറഞ്ഞാണ് ഇത് കല്യാണത്തിന് സമ്മതിക്കേണ്ട, അങ്ങ് ഇതിലൊന്ന് മാറി, നിനക്ക് വേണമെങ്കിൽ വേറെ പയ്യനെ നോക്കാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ അവരെ ബന്ധുക്കളെല്ലാം മാറി. ആരും ഇതിൽ സഹകരിച്ചില്ല, ഒരാൾ പോലും. അങ്ങനെ 1-2 ചെറുമക്കളൊക്കെ കല്യാണത്തിന് വന്നവരാ. അവളെ ഒരു സഹോദരൻ്റെ മക്കളിലുള്ള ചെറുമക്കളൊക്കെ 2-3 പേര് കൂടെ കൂടി. അല്ലാതെ വെളിയിൽ നാട്ടുകാരിലൊക്കെ 5-6 പേര് വന്ന തന്നെ. എന്തായാലും സ്വത്തിന് വേണ്ടിയാണ് അവൻ ചെയ്തത്, വേറെ ഒന്നിനുമല്ല. സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കൊന്നത്. അല്ലെങ്കിൽ പിന്നെ എത്ര പ്രായമുള്ളവരായാലും ഇങ്ങനെ പിണക്കമൊക്കെ വരുമോ കല്യാണം കഴിഞ്ഞ ഉടനെ? വരുമില്ലല്ലോ. അവന് ദിവസവും പണം വേണം. അങ്ങനെയൊക്കെ അവളെ ഇഷ്ടത്തോടെ തന്നെ കല്യാണം. 2 പേരെ ഇഷ്ടം തന്നെ. പയ്യൻ്റെ വീട്ടുകാരിലും ആരും അറിഞ്ഞില്ലെന്ന് അവർ പറയണം. ഇവരെ വീട്ടുകാരിലൊക്കെ അറിഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ഈ ശാഖകുമാരിക്ക് നേരത്തെ വിവാഹം കഴിച്ചതാണോ? നല്ല സംബന്ധം ഇഷ്ടം പോലെ വന്ന്. നേരത്തെ വിവാഹം കഴിച്ചല്ലോ? കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇഷ്ടം പോലെ സംബന്ധം വന്ന്. അങ്ങനെ വേണ്ടാന്ന് നടന്ന്. അവരെ പങ്കുണ്ടല്ല, ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടല്ലേ? അത് കണ്ടിട്ട് തന്നെ വന്ന് ചാഞ്ഞത് പണത്തിന് വേണ്ടി. അങ്ങനെ പെട്ടെന്ന് കൊല്ലുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ 1 വർഷം പോലും ആയില്ല. ഇല്ല, 3 മാസം ആയപ്പോഴേ കൊന്നതായി. ഇവരുടെ കല്യാണം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാമോ? കല്യാണം അവിടെ ഒരു വ്യാഴാഴ്ച ഉണ്ടെന്ന് വിളിച്ചിട്ടുണ്ടെന്ന്, അല്ല ഒരാഴ്ച ഉണ്ട് നിശ്ചയിച്ചു, 1-2 ആഴ്ച കൊണ്ട് നിശ്ചയിച്ചെന്ന് പറഞ്ഞു. നമ്മളതൊന്നും വിളിച്ചില്ല കല്യാണത്തിന്. സാധാരണ ഒരു നോർമൽ കല്യാണം ആയിരുന്നു. കല്യാണമൊക്കെ കുറേ പേരെ വിളിച്ചൊക്കെ ആഘോഷമായിട്ട് നടത്തി. ഈ
സാമ്പത്തികം തട്ടാൻ വേണ്ടി ചെയ്തത് തന്നെ അങ്ങനെ തന്നെ ഇത് തന്നെ ആണല്ലേ? അത് പിന്നീട് മനസ്സിലായില്ല. അവൻ തല്ലപ്പൊളിയെന്ന് പറയണം. ഒരു വഴക്കൊക്കെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു? അറിയാമായിരുന്നു. അറിയാം. ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. കല്യാണം അറിയാം. അറേഞ്ച്ഡ്. അവർ തമ്മിൽ അറേഞ്ച്മെന്റ് ചെയ്തതാണ്. ആണ്, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കാണുമ്പോഴേ അറിയാമല്ലോ. നേരത്തെ അറിയാം. അവര് ആർക്കും ഒരു ഉപദ്രവകാരിയോ ഒരു ശല്യക്കാരിയോ അല്ല. അവരെ കാര്യം നോക്കി അവർ ജീവിക്കുന്ന ഒരു വ്യക്തി. അമ്മ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അമ്മയെ പരിചരിച്ചത് ഈ ശാഖകുമാരിയാണ്. നല്ല കെയർ കൊടുത്ത് പരിചരിച്ച് നന്നായിട്ട് നോക്കി. കണ്ടുമുട്ടിയത് അവർ അമ്മയെ വെച്ചിട്ട് ആശുപത്രിയിലിരുന്നപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചായ വാങ്ങിച്ചു കൊടുക്കുകയും അവർക്കൊരു സഹായിയായി വന്നുകൂടി ഇവരുടെ ആസ്തി മറ്റു കാര്യങ്ങൾ കണ്ടതിന് ശേഷം, ഇതൊക്കെ ഉറപ്പായതിനു ശേഷമാണ് ഇയാൾ കല്യാണത്തിന് സമ്മതിച്ചതായിരിക്കാം. ആണ് ആയിരിക്കും. 3 മാസം 2020 1 മാസം 3 മാസം അത്ര തന്നെ ഉണ്ടാവും. ഉണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവരാണ് ലാസ്റ്റ്. സഹകരണം ഈ പയ്യനുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചതിന് ശേഷം മാത്രമാണ് ഇവരുടെ സഹകരണം അസ്ഥാനത്തായത്. അതുവരെ ഇവർ എല്ലാവരുമായിട്ട് നല്ല ബന്ധവും മറ്റു കാര്യങ്ങളുള്ള ഫാമിലി ആയിരുന്നു. ഇവൻ പറഞ്ഞിട്ടുണ്ടാവും അടുപ്പിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റി മാറ്റിയത്. അല്ലാതെ സഹോദരൻ ലാസ്റ്റ് മരിച്ചുപോയ ഒരു സഹോദരൻ്റെ വൈഫ്, മക്കള് എല്ലാവരും ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരാണ്.